നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതപരിപാടിക്കിടെ തിക്കലും തിരക്കലും പെട്ട് 116 പേർക്ക് ദാരുണാന്ത്യം. ഭോലെ ബാബ എന്ന സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിൻ്റെ സത്സംഗം പരിപാടിക്കിടെയാണ് അതിദാരുണമായ സംഭവം അരങ്ങേറിയത്. 1 ലക്ഷത്തോളം പേർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. കനത്ത ചൂട് സഹിക്കാനാവാതെ പന്തലിൽ നിന്ന് പുറത്തു കടക്കാൻ ആളുകൾ ശ്രമിച്ചതോടെ തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു. മരിച്ചവരിൽ അധികവും സ്ത്രീകളും കുട്ടികളും ആണെന്നാണ് വിവരം. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അനുശോചിച്ചു. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ദുരന്തത്തിനിടയാക്കിയ പ്രഭാഷകന്റെ വാഹനം കടന്നുപോകുന്നതുവരെ ജനങ്ങളെ തടഞ്ഞു നിർത്തിയതാണെന്ന് റിപ്പോർട്ടുകൾ. ചടങ്ങുകൾ പൂർത്തിയായ ആളുകൾ മടങ്ങുന്നതിനിടെയാണ് അപകടം സംഭവിച്ചതെന്ന് രക്ഷപ്പെട്ടവരിൽ ഒരാൾ വെളിപ്പെടുത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശ്വാസം കിട്ടാതെയും വീണെടുത്തുനിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെയും വന്നതോടെയാണ് പലരുടെയും ജീവൻ പൊലിഞ്ഞതെന്ന് ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ചയാൾ പ്രതികരിച്ചു. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ സാക്കർ വിശ്വഹരി എന്നും ഭോലെ ബാബ എന്നും അറിയപ്പെടുന്ന നാരായൺ സാക്കർ ഹരി നടത്തിയ ഒരു സത്സംഗത്തിൻ്റെ സമാപനത്തിലാണ് ദുരന്തമുണ്ടായത്. സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ഇയാൾ മുൻ ഇൻ്റലിജൻസ് ബ്യൂറോ IB ഉദ്യോഗസ്ഥനാണെന്നാണ് അവകാശപ്പെട്ടിരുന്നത്. ഇറ്റ ജില്ലയിലെ ബഹാദൂർ ഗ്രാമവാസിയാണ് ഇയാളെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ബാലബുദ്ധിയെന്നും കോൺഗ്രസിനെ പരാന്നഭോജിയെന്നും പരിഹസിച്ച് രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2.25 മണിക്കൂർ നീണ്ട മറുപടി പ്രസംഗം. സഖ്യകക്ഷികളുടെ വോട്ട് തിന്നുന്ന പരാന്നഭോജിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. സഭയിൽ താങ്ങുവിലയെക്കുറിച്ചും അഗ്നിപഥി പദ്ധതിയെക്കുറിച്ചും നുണകൾ പറഞ്ഞുവെന്നും വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും മോദി സഭയിൽ പറഞ്ഞു. ഹിന്ദുക്കൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഗൂഢാലോചന നടത്തുന്നത് ഗൗരവമേറിയ കാര്യമാണെന്നും അവർക്ക് രാജ്യം ഒരിക്കലും മാപ്പ് നൽകില്ലെന്നും മോദി പറഞ്ഞു. ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഭരണപക്ഷത്തെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും തിരിച്ചടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നുണകളെ രാഷ്ട്രീയ ആയുധമാക്കിയെന്നും വായിൽ രക്തം പുരണ്ട മൃഗത്തെ പോലെ കോൺഗ്രസിൻ്റെ വായിൽ നുണകളുടെ ചോര പുരണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 100-ൽ 99 കിട്ടിയെന്ന ധാരണയിലാണ് രാഹുലും കോൺഗ്രസും ആഘോഷിക്കുന്നതെന്നും 543-ലാണ് 99 കിട്ടിയതെന്ന കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. അംബേദ്കറുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ നെഹ്റു തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുവെന്നും ഗൂഢാലോചനയിലൂടെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചുവെന്നും മോദി ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രതിഷേധിച്ചത്. മണിപ്പൂരിൽ നിന്നുള്ള അംഗങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം നൽകിയില്ല എന്നതായിരുന്നു പ്രതിഷേധത്തിന് കാരണം. പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിൻ്റെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നടപടി ലോക്സഭയുടെ മര്യാദക്ക് ചേർന്നതല്ലെന്നും രാഹുൽ ഗാന്ധി ജനാധിപത്യ മര്യാദ കാണിക്കണമെന്നും 5 കൊല്ലവും ഇതേ നിലയിൽ ബഹളം വെക്കാനാവില്ലെന്നും സ്പീക്കർ വിമർശിച്ചു. രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ BJPയിൽ നിന്ന് എന്ത് അവഹേളനവും സഹിക്കാനും കോൺഗ്രസ് പാർട്ടി തയ്യാറാണെന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാന്നഭോജി പ്രയോഗത്തിന് മറുപടിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. രാജ്യത്തെ ഊട്ടുന്ന കർഷകരെ പരാന്നഭോജികളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ ഇന്ന് അതേ വാക്ക് കോൺഗ്രസിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നുവെന്നും ഇത് കോൺഗ്രസ് പാർട്ടിക്ക് അവഹേളനമല്ലെന്നും രാജ്യനിർമ്മിതിക്കായി കർഷകർക്കൊപ്പം ജീവൻ ബലി നൽകുന്നത് ഞങ്ങൾക്ക് അഭിമാനകരമാണെന്നും ഖാർഗെ പറഞ്ഞു. ത്രിപുരയും ബംഗാളും പാഠമാകണമെന്നും കേരളത്തിലെ BJPയുടെ വളർച്ച ഗൗരവമായി കാണണമെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരട്ട് പറഞ്ഞു. കണ്ണൂരിൽ CPMൻ്റെ വടക്കൻ മേഖല റിപ്പോർട്ടിങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ സർവകലാശാലയിൽ ഇന്നലെ നടക്കാനിരുന്ന പരീക്ഷ മാറ്റി. ചോദ്യങ്ങൾ മാറിയതിനെ തുടർന്നാണ് പരീക്ഷ മാറ്റിവെച്ചത്. 2ാം സെമസ്റ്റർ MCA കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് വീഴ്ച സംഭവിച്ചത്. ഫിസിക്കൽ കെമിസ്ട്രി പേപ്പറിൻ്റെ ചോദ്യത്തിന് പകരം മറ്റൊരു വിഷയത്തിലെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കായി എത്തിച്ചത്. സംഭവത്തെ തുടർന്ന് പരീക്ഷ മാറ്റിവെക്കുകയാണ്. ചോദ്യപേപ്പർ ഉള്ളടക്കം മാറിയതിൽ അന്വേഷണം നടത്തുമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു.
മംഗലാപുരം നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് കന്യാകുമാരിയിലേക്ക് നീട്ടി 2 കോച്ചുകൾ അധികമായി ഘടിപ്പിച്ചുകൊണ്ടാണ് മാറ്റം. നാഗർകോവിൽ ജംഗ്ഷനിൽ പണി നടക്കുന്നതുകൊണ്ടാണ് മാറ്റമെന്നാണ് റെയിൽവേ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്തു. റിയാദ് ക്രിമിനൽ കോടതിയുടേതാണ് ഉത്തരവ്. രേഖകളെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് കോടതി വധശിക്ഷ റദ്ദു ചെയ്ത ഉത്തരവിൽ ഒപ്പുവെച്ചത്. കോടതി എംബസി വഴി കെട്ടിവെച്ച 1.5 കോടി റിയാലിന്റെ ചെക്ക് കോടതി കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിക്ക് കൈമാറി. റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ച 47 കോടിയിലേറെ ഇന്ത്യൻ രൂപയിൽ നിന്നാണ് ദയാധനമായ 1.5 കോടി സൗദി റിയാൽ വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയത്. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റം. വയനാട് കളക്ടർ രേണു രാജിനെ ST വകുപ്പ് ഡയറക്ടറായി സ്ഥലം മാറ്റി. ഡോക്ടർ അദീല അബ്ദുള്ള കൃഷി വകുപ്പ് ഡയറക്ടറാവും. B. അബ്ദുൽ നാസറാണ് പുതിയ ഫിഷറീസ് ഡയറക്ടർ. രേണു രാജിന് പകരം മേഘശ്രീ വയനാട് കളക്ടറായി ചുമതലയേറ്റു. മാനന്തവാടി MLA OR കേളു സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായതിന് പിന്നാലെയാണ് IAS ഉദ്യോഗസ്ഥർക്കിടയിൽ മാറ്റമുണ്ടായത്. കർണാടക സ്വദേശിയായ DR മേഘശ്രീയെ വയനാട് ജില്ലയിലെ വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വയനാട്ടിൽ നിയമിച്ചിരിക്കുന്നത്. പകർച്ചപ്പനി വ്യാപിക്കുന്നതിനിടെ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. കേരളത്തിൽ ആരോഗ്യവകുപ്പ് പനി പിടിച്ച് പുതച്ചു കിടക്കുകയാണെന്ന് TV ഇബ്രാഹിം കുറ്റപ്പെടുത്തി. എന്നാൽ ആരോഗ്യവകുപ്പ് പനി പിടിച്ചു കിടക്കുകയാണെങ്കിൽ കൊണ്ടോട്ടിയിൽ 33 കോടി രൂപയുടെ ആശുപത്രി വികസന പദ്ധതികൾ നടക്കില്ലായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി നൽകി. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാണെന്നും വള്ളിക്കുന്നിൽ ആരും മഞ്ഞപ്പിത്തം ബാധിച്ച് ഇപ്പോൾ ചികിത്സയിൽ ഇല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബ് ഉൾപ്പെട്ട ഭൂമി ഇടപാട് കേസ് വൻ വിവാദമായതോടെ ഒത്തുതീർപ്പിനായി ശ്രമം നടക്കുന്നതായി സൂചന. പരാതിക്കാരനായ പ്രവാസിക്ക് മുഴുവൻ തുകയും DGP ഇന്ന് തന്നെ തിരിച്ചു നൽകാനാണ് ശ്രമം. ഇതിനിടെ ബാധ്യത മറച്ചുവെച്ച് DGP നടത്തിയ ഭൂമി ഇടപാടിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് നേരത്തെ പരാതി നൽകിയെന്ന് പരാതിക്കാരൻ ഉമർ ഷെരീഫ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.